ഞാൻ ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാനിവിടെ എല്ലാവരും ചക്കക്കുരു നമ്മൾ ചക്കയിലെടുത്ത് വെച്ച് ഇതെങ്ങനെ കുരു കെട്ടുകൊണ്ടെടുക്കുക. 2 ദിവസം കഴിയുമ്പോഴേക്ക് നമ്മൾ ചക്കക്കുരു എല്ലാം എടുത്ത് ചാടും. നമുക്ക് ഒരാഴ്ചയൊന്നും നമുക്ക് പിന്നെ അത് വെക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് അതെല്ലാം കെട്ടുപോകും. അപ്പോൾ ആ സമയത്ത് എന്താ വേണ്ടത്, നമ്മളിപ്പോൾ മൂത്ത് ചക്ക പറിച്ച് കഴിഞ്ഞ് നമ്മൾ വെച്ചതിൻ്റെ ബാക്കി കുരു ഉണ്ടാകും. ചക്ക വെച്ച് ചോള മാത്രം കുറച്ച് കുരു തേച്ച് ആരും കൂട്ടി വെക്കൂലല്ലോ. അപ്പോൾ എന്നിട്ട് അതിലുള്ള ചക്കക്കുരു കുറച്ച് ബാക്കിയുണ്ട്. ആ കുരു എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക. കവർ എടുത്തിട്ട് പിന്നെ അത് ആ ഈ ചക്കക്കുരുവിൻ്റെ പൂണ്ടി എന്നാ പറയുക, പൂണ്ടിയെല്ലാം കളഞ്ഞ് അത് വൃത്തിയാക്കി നമ്മൾ പിന്നെ ഒരു മേശപ്പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അരുവിൽ എവിടെയെങ്കിലും ഇട്ട് അത് വെള്ളം ആറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളത് വാരിയിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി, ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇത് ഞാൻ 1 മാസം മുമ്പേ ഇട്ട ചക്കക്കുരു വന്ന സഞ്ചിയിൽ അത് നല്ല ഇങ്ങനെ പിന്നെ നല്ല ഒരറ്റൊന്നും പോയി പോയിട്ട് അതിങ്ങനെ ചെറുങ്ങനെ ഒരു മുള വരും പോലെ വരും. ഇപ്പോൾ 1 കൊല്ലം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. നമ്മളെല്ലാ കുരുവും അത് നമ്മൾ വെക്കുന്ന മൂത്ത ചക്കേൻ്റെ കുരുവാകുമ്പോൾ നമ്മളത് വെക്കുന്നത് അതായത് ആ സമയം തന്നെ ഇങ്ങനെ ഒരു സഞ്ചിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കൊല്ലം വരെ കറി വെക്കാൻ, ചക്കക്കുരുവിൻ്റെ കറി വെക്കാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് ചക്കക്കുരു ആകുന്നവർ എത്രയാണ് ഉള്ളത് കഴിയുന്നവരെ നമുക്ക് ഒരു കുരു പോലും നശിച്ചു പോകാതെ കൊണ്ട് വെക്കാൻ പറ്റും. പക്ഷേ അതിനെന്താ വേണ്ടത് വെച്ചാൽ പിന്നെ ഒരു പൊട്ടിയ കുരു എടുക്കാൻ പാടില്ല. അതിന് കുരുവിന് ഒരു അനക്കവും വരാതെ നിൽക്കണം. പിന്നെ കഴുകിയിട്ട് പിന്നെ പഴുത്ത ചക്കേൻ്റെ കുരുവാണെങ്കിൽ പഴുത്ത ചക്ക നല്ല വൃത്തിയാക്കി കഴുകി നല്ല വൃത്തിയാക്കി അത് ഉണക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സഞ്ചിയിൽ ഇട്ട് വെച്ച് ഇപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിപ്പം വേറെ ചക്ക മുറിച്ചതിൻ്റെ കുരു ഉണ്ടെങ്കിൽ അന്നേരം അതും അതിൻ്റെ കൂടെ ഇടാൻ കഴിയും. നല്ല മൂത്ത കുരു മാത്രമേ ഇടാൻ പാടുള്ളൂ, ചെള്ളു കുരു ഇടരുത്. അതിൻ്റെ ഇത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര വേണിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ലൊരു ഇതാണിത്. ആരും ഇതിങ്ങനെ ശ്രദ്ധിക്കില്ല. മുമ്പെല്ലാം ഞങ്ങളെങ്ങനെ ചെയ്യുക വെച്ചാൽ ചക്കക്കുരു മണ്ണിൻ്റെ ഒപ്പം മണ്ണ് കൂട്ടി പെരക്കിയിട്ട് മൂലക്ക് നമ്മൾ അന്നേരം നിലന്ന് സിമിൻ്റെ നല്ലല്ലോ, ആ മണ്ണിൻ്റെ നില അതിൻ്റെ മൂലക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റ കെടാണ്ട് കിട്ടും. ചിലത് കെട്ടുപോയി ഇന്ന് വരും. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ കെടാതെ നമുക്ക് കിട്ടും. ഇത് നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇതൊരു നല്ലൊരു പണിയാണ്. അത് നമുക്കിപ്പം എത്ര കാലവും ചക്കക്കുരു കൊണ്ടുള്ള ഉപയോഗം ഇത് എത്രയാ ഉപയോഗം നമുക്ക് പറയാമെങ്കിലോ. ഇത് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു കറി വെക്കാൻ വേഗം വേണം, അല്ലെങ്കിൽ ഒരു ചായക്ക് കടി വൈകുന്നേരം ആക്കണമെന്ന് വെച്ചാൽ ഇത് ചോണ്ടി നമ്മളത് പിന്നെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആഹാരം തന്നെയാണിത്. നല്ല വിറ്റാമിൻ്റെ സാധനം തന്നെയാണ് ഇത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ ചെയ്ത് നോക്കിയിട്ട് വിവരം പറയണം കേട്ടോ.